ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ CJPയുമായിട്ടുള്ള സ്ട്രൈക്ക്, ഞാൻ ഈ പറയുന്നത് ഒത്തിരി ജെൻസിയിലുള്ളതും അതേപോലെ 18 മുതൽ 25, 30 വയസ്സുള്ള പല ചെറുപ്പക്കാരെയും കണ്ടു. ഇവർക്കൊക്കെ മോദി എന്ന് പറഞ്ഞൊരു ഹെയ്റ്റായി മാറി. ഈ ലാത്തി ചാർജിൻ്റെ സംഭവം അതോടുകൂടി ഇതെല്ലാം ഒരു BJP വോട്ടേഴ്സാണ് ഡൽഹി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഡൽഹി എന്ന് പറയുന്നത് BJPയുടെ ഹാർഡ് കോർ മോദി ഭക്തരുള്ള ഒരു സ്റ്റേറ്റാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. പക്ഷേ ഈ സിറ്റിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇമിഗ്രൻസ് ആണ് ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ. പണ്ട് നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബികളുമുണ്ട്. പഞ്ചാബികൾ എന്ന് വെച്ചാൽ ഹിന്ദുക്കളുമുണ്ട്, അവരാണ് കൂടുതലുള്ളത്. ഈ പഞ്ചാബികൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ കെട്ട് സർദാർ എന്ന് ധരിക്കരുത്. അപ്പം ഇവരുടെയൊക്കെ ന്യൂ ജനറേഷൻ, അതായത് അവർ പൂർണ്ണമായിട്ടും മോദിക്കെതിരായിട്ട് അങ്ങ് മാറി. ഇത് അൺബിലീവബിൾ സംഭവമാണ് ഇതുണ്ടായത്. 12 വർഷം ഇന്ത്യ ഭരിച്ച മോദിക്കും BJPക്കെതിരെ എന്തുകൊണ്ടാണ് 18 മുതൽ 32 വയസ്സ് പ്രായമുള്ള ഡൽഹിയിലെ ചെറുപ്പക്കാർ ഇത്രയും തിരിയാനുണ്ടായ കാരണം? ഡൽഹിയുടെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനടുത്ത് കിടക്കുന്ന ഗുരുഗ്രാം, ഗുഡ്ഗാവ് സിറ്റി, ഗാസിയാബാദ്, നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഫരീദാബാദ്, ഇവരുമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഫ്രീക്വൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട് ഈ ചെറുപ്പക്കാർ വിങ്ങുക. കാരണം എൻ്റെ മകൾ ഇവിടെ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി PG പഠിക്കും. ഞാൻ അവളോട് ചോദിക്കും കാര്യങ്ങളൊക്കെ. അവൾക്ക് ബേസിക്കലി പൊളിറ്റിക്സ് ഒന്നുമില്ല, പക്ഷേ CJPയുടെ പ്രകടനത്തിൽ പോയി പങ്കെടുത്തു, പ്രതിഷേധത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അപ്പോഴൊക്കെ ഈ പറയുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഫീഡ്ബാക്ക്, അതിനെപ്പറ്റി ആ കണ്ടന്റ് എടുത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേ വന്നു. അതായത് ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ മീഡിയ ഏറ്റവും കൂടുതൽ വലിയ ഗോധി മീഡിയയാണ്. അർണബ് ഗോസ്വാമിയെക്കാളിലും വലിയ രീതിയിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ എഡിറ്റേഴ്സ്, പ്രത്യേകിച്ച് അരുൺ പുരി അതിൻ്റെ ഉടമ, പൂർണ്ണമായിട്ടും ഗോധി മീഡിയയുടെ ആളായി മാറി. അദ്ദേഹം ഒരു ഫെയർ ആയിട്ടുള്ളൊരു പത്രം നടത്തിക്കൊണ്ട് പോകുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന മോദിയും BJPയുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് കയറി എന്ന് വന്നു. അവരുടെ സർവേ, വോട്ടർ സർവേ അങ്ങോട്ട് പുറത്തു വന്നു. അവരാണ് പറയുന്നത് 72% മോദി പെട്ടെന്നത് കുറഞ്ഞിട്ട് 50% താഴെ. അത് ഗോധി മീഡിയയാണ് ഇത് പറയുന്നത്. വോട്ടർ എന്ന് പറഞ്ഞ ഗോധി മീഡിയയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് ചെയ്യുന്നവർ, അവരാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? അപ്പം അപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ടങ്ങ് പീക്കാണ്, ഭയങ്കര സംഭവമാണത്. ഏകദേശം 32 കോടി യുവാക്കൾ, അതായത് ഞാൻ ഈ പറയുന്ന ഏജ് ഗ്രൂപ്പ്, അവർക്ക് പ്രതീക്ഷയില്ലാതായി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവർക്ക് പ്രതീക്ഷയില്ലാതായി. അവർ മോദിക്കെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും തിരിയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടറിയാം അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ടും BJPക്കെതിരെ വോട്ട് ചെയ്യിക്കാം. ഇതാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പാറ്റേൺ. മനസ്സിലാക്കുക, ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്, സിറ്റികളിൽ താമസിക്കുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവരുടെ അവരുടെ ഹോപ്പ് എന്ന് പറയുന്നത്, അവർ ജീവിക്കുന്നത് തന്നെ ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെയും ലോവർ മിഡിൽ ക്ലാസിൻ്റെയും പ്രത്യേകത ഇതാണ്. അവർ ജീവിക്കുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നില്ല. അവരെത്ര വർഷം ജോലി ചെയ്യുന്നു, ആ ശമ്പളം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു, വിദേശത്ത് പഠിപ്പിക്കുന്നു, അവരെ സെറ്റിൽ ചെയ്യുന്നു. അവർക്ക് ജോലി കിട്ടാതാകുന്നു, അവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകാതാവുന്നു. ഇന്ത്യയുടെ ഡിപ്ലോമസി അമേരിക്കയുമായിട്ട് മോശമായിട്ട് മാറുന്നു. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരെ കയറ്റുന്നില്ല, അവിടെ ജോലി ഇല്ലാതാകുന്നു. അമേരിക്കയിലും കാനഡയിലും ഇവരെ പറഞ്ഞു വിടുന്നു. H1B വിസ ഇല്ലാതാകുന്നു. അവർ പഴിക്കുന്നത് മോദിയെയാണ്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഒന്നടങ്കം ഈ CJPയുടെ മാർച്ചിനകത്തും ഈ അഭിജിത്ത് ദീപ്തിയുടെ കൂടെ അങ്ങ് വന്നത്. അതിനെ എതിർക്കാൻ വേണ്ടി ഈ പറയുന്ന BJPയുടെ RSSൻ്റെ ഗുണ്ടകൾ അടിച്ച് നികത്താൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാർ ഒന്നടങ്കം വിചാരിച്ചിരിക്കുന്നത് മോദിയെ തോൽപ്പിക്കുക, BJPയെ ഇവിടുന്ന് നാട് കടത്തുക. ഇതാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഗോധി മീഡിയ, ഇന്ത്യ ടുഡേ എന്ന് പറയുന്നൊരു സംഭവം ഇതേപോലെ സർവേ പുറത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പം എന്തിൻ്റെ സൂചനയാണ് തരുന്നത്? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ 2026 മോദി ഈ ഭരണത്തിൽ നിന്നും സ്വയമേ ഒഴിഞ്ഞു മാറി വേറൊരാളെ ഏൽപ്പിച്ചില്ല എങ്കിൽ, ഞാനും പറഞ്ഞിട്ടുണ്ട് 2026 മോദിയുടെ വെടിതീരും. ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. CJP മാർച്ചിൻ്റെ, അതായത് ഗവൺമെൻറ്റുമായിട്ട് ധാരണയായ ശേഷം ഒരിടത്ത് പോയി ചായ കുടിച്ചൊരു ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു. ആ ചായ കുടിച്ച് ഫോട്ടോ ഇനിയും വീണ്ടും വിടാൻ, മോദി രാജിവെച്ച ശേഷം വീണ്ടും വിടാൻ ഇനി സമയമെടുക്കില്ല. കാരണം ജനം ഒന്നടങ്കം മോദിക്കെതിരെയായി, BJPക്കെതിരെയായി, RSSനെതിരെയായി. അപ്പം സിറ്റി ഒരു വിധ സിറ്റി എന്ന് പറയുന്നതാണ് BJPയുടെ കോട്ട എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സിറ്റികൾ, നിങ്ങൾ ഏത് ഇന്ത്യൻ സിറ്റി എടുത്തു, അവിടെ ഏറ്റവും കൂടുതൽ 90 വേഴ്സസ് 10, 90% മോദിക്കും BJPക്കും ഇന്ത്യൻ സിറ്റികൾ വോട്ട് ചെയ്യുമ്പം 10% മാത്രമാണ് ഒപ്പോസിഷന് വോട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന നോർത്തേൺ ഇന്ത്യയുടെയും വെസ്റ്റേൺ ഇന്ത്യയുടെയും കാര്യമാണ്. നിങ്ങൾ ഇൻക്ലൂഡിങ് ബാംഗ്ലൂർ എടുത്ത് നോക്കുക. ബാംഗ്ലൂർ സിറ്റി തന്നെ ഇപ്പോഴും BJPക്ക് അനുകൂലമാണ്. മറ്റുള്ള റൂറൽ ഏരിയ എന്നാണ് കോൺഗ്രസിന് വോട്ട് കിട്ടി വരുന്നത്. അതാണ് ഇന്ത്യൻ സിറ്റിയുടെ പാറ്റേൺ. അതിൻ്റെ അകത്തൊരു സോഫ്റ്റ് ഹിന്ദുത്വയും ഹാർഡ് ഹിന്ദുത്വയും ഈ സംഭവങ്ങളും ആൻറ്റി മുസ്ലിമും എല്ലാം കൂടെ കയറി കിടക്കുന്ന സംഭവമാണ്. ഇവിടെ ഇപ്പോഴും ഉണ്ടാകാൻ കാരണം എന്താ? അപ്പർ കാസ്റ്റ് മോദിക്കെതിരെ തിരിയുന്നതിൻ്റെ കാരണം അവർക്ക് പുറത്തു പോയി പഠിക്കാൻ ചാൻസ് ഇല്ലാതായി, അവർക്ക് ജോലി കിട്ടാതായി, അവിടെ നിന്നെല്ലാം ലേ ഓഫ് തുടങ്ങി. IT സെക്ടർ ആണെങ്കിൽ ഒരു സെക്ടറിലും ആളിനെ എടുക്കുന്നില്ല, ചെറുപ്പക്കാർക്ക് ജോലിയില്ല. മോദി ചുമ്മാ വിശ്വഗുരു എന്നും പറഞ്ഞ് അടിച്ച് നടക്കുന്നു. ഇപ്പോഴാണ് കള്ളങ്ങളും കള്ളത്തരങ്ങളും ഓരോന്നായിട്ട് പൊളിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2026 അവസാനത്തോടുകൂടി മോദി തീരും. വേറൊരു പ്രധാനമന്ത്രി, BJPയുടെ തന്നെ വേറെ പ്രധാനമന്ത്രി വരും. ഇവിടെ ഇന്ത്യയിൽ വലിയ അൺട്രസ്റ്റും മൂവ്മെൻറ്റും ഉണ്ടാകും 100%. ഇതിനെ അതിജീവിക്കാൻ മോദിക്കോ BJPക്കോ RSSനോ കഴിയുകയില്ല. ഇൻസ്റ്റയിൽ വന്ന് 2 സെൽഫി വീഡിയോ ഇട്ടാലൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. കാരണം ജനങ്ങൾക്ക് റിയാലിറ്റി വേണം. ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇയാൾ പറയുന്നത് മുഴുവനും തള്ളാണ്, മുഴുവനും നരേറ്റീവ്സാണ്, കള്ളത്തരങ്ങളാണ്. ഇപ്പം ചെറുപ്പക്കാർക്ക് വേണ്ടി ഖേലോ ഇന്ത്യ എന്നും പറഞ്ഞ സംഭവം, വലിയ ലൈവ് വെബ്കാസ്റ്റും സംഭവങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ പോലും ആവേശം ആരും കാണിക്കുന്നില്ല. പഴയ പോലെ ഗോദി മീഡിയ മോദിയുടെ പടം ഇപ്പോൾ കാണിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ താമസിക്കുന്ന ഡൽഹിയുടെ അടുത്ത്, ഇവിടെ എനിക്ക് അറിയാവുന്ന ആളാണ് ഇവിടുത്തെ SHO എന്ന് പറയുന്നത്. ആ പഴയ ഡൽഹിക്കാരനായ ഒരു ജാട്ട. അയാൾ എനിക്കൊരു 10-20 വർഷം കൊണ്ട് അറിയാവുന്ന ആളാണ്. അപ്പം അയാളാണെങ്കിൽ ഹാർഡ് കോർ മോദിയാണ് ഈ ഡൽഹി പോലീസിലെ SHO. അയാളുടെ അസിസ്റ്റൻ്റ് ഒരാളുണ്ട്. ഇപ്പം ഇവരുമായിട്ട് ഇടയ്ക്ക് ഞാനൊക്കെ സംസാരിക്കാൻ, കത്തിയൊക്കെ വെക്കാൻ ഇടയ്ക്ക് പോകാറ്, കാണുമ്പോഴൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതായത് ഈ പറയുന്ന SHO ഹാർഡ് കോർ, അയാളുടെ അസിസ്റ്റൻ്റ് SHO, അവരുടെ കുടുംബം, ഞാനൊരു ദിവസം അവരുടെ വീട്ടിൽ പോയിരുന്ന് സംസാരിച്ച് അടുത്ത സമയത്ത് തന്നെ ആ വീട്ടുകാർ ഒന്നടങ്കം മോദിക്കെതിരെയും BJPക്കെതിരെ സംഘപരിവാറിനെതിരെ അങ്ങ് തിരിഞ്ഞു. കാരണം ഇയാൾ എല്ലായിടത്തുമൊക്കെ ലോണൊക്കെ എടുത്ത് മകനെ കാനഡയിലും അമേരിക്കയിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത് കംപ്ലീറ്റ് ഫ്ലോപ്പായി. ഇവിടെ ആണെങ്കിൽ ഇവിടെ ജോലിയും കിട്ടുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല, ജോലിയും കിട്ടുന്നില്ല. അപ്പർ കാസ്റ്റ് ജാട്ടാണ്. എന്ത് ചെയ്യും? ഇത് ഓരോ ഇന്ത്യക്കാരനെയും, മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരനെയും ബാധിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് റേറ്റിംഗ് 70 ഉണ്ടായിരുന്ന മോദിക്ക് 50-ന് താഴോട്ട് കയറി വരുന്നു. ആലോചിച്ച് നോക്കുക. ഇതൊക്കെ സംഭവിക്കുന്ന ആരും സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതും ഗോദി മീഡിയയാണ് പറയുന്നത്. 70-75-ൽ നിന്ന് 50-ന് താപ്പോട്ട് വരുന്നു. രാഹുൽ ഗാന്ധിയുടെ, അതായത് അയാളുടെ ഈ ഗ്രാഫ് ഉയരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഭിജിത്ത് ദീപ്തെ കയറി വരുന്നു 1%, 2%. ഇപ്പുറത്ത് വിജയ്, അതായത് തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി 7-8-9% കയറി വരുന്നു. ഇതൊക്കെ ഇതൊരു 50% മാത്രം എടുക്കുക. സർവേ സത്യമാണ്. എന്നാൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ മോദി നയിക്കുന്ന BJPക്ക് 70 സീറ്റ് പോലും കിട്ടത്തില്ല ഒറ്റയ്ക്ക്. ഇതാണ്. അതേപോലെ ചാന്ദാചൂരി, അതായത് ജന്മഭൂമി അയോധ്യ ക്ഷേത്രത്തിലെ മോഷണം, അതേപോലെ ഓപ്പറേഷൻ സിന്ധുവിൽ പറഞ്ഞ കള്ളത്തരങ്ങൾ, അഗ്നിവീർ, എവിടെയും തൊഴിലില്ല, ജോലിയില്ലാതായി. ചെറുപ്പക്കാർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇവരൊക്കെ ഈ മോദിയെ വെറുതെ വിടുമെന്ന്? അൺട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മോദി ഇറങ്ങിപ്പോയില്ലെങ്കിൽ. അല്ല, വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്.
ഇതോടുകൂടി മോദിക്കും പിടികിട്ടി ഈ അയാളുടെ കള്ളത്തരങ്ങളും കപടതകളുമായിട്ട് മുന്നോട്ട് പോക്ക് നടക്കില്ല. അതായത് പിക്ചർ ഗെയിം അഭി ബാക്കി ഹേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഹിന്ദി പറയുന്നൊരു സംഭവമുണ്ട്. ഗെയിം ഉണ്ടാകാൻ പോകുന്ന മോദിക്കെതിരെയും BJPക്കെതിരെയും RSSനെതിരെ തന്നെയാണ്. അവർ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം സംഭവം ഇനിയും എവിടെയും ക്ലച്ച് പിടിക്കത്തില്ല. ജനങ്ങൾ അത് വെറുത്ത് കഴിഞ്ഞു. അവർക്ക് ആ വാക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. അതിൻ്റെ മാക്സിമമായി അതിൻ്റെ സാച്ചുറേഷൻ കഴിഞ്ഞു, അത് ഡിക്ലൈൻ ചെയ്യുകയാണ്. അതായത് പുതിയ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്ന BJP സംഘപരിവാറും ഇല്ലാത്ത ഇന്ത്യ. ആ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ആയിരിക്കും. ആ ഇന്ത്യയിൽ ആരും പ്രധാനമന്ത്രിയാണെങ്കിലും ഇവിടെ ഒതറിറ്റേറിയൻ, അതായത് ഡിക്റ്റേറ്റർ, ആ രീതിയിലുള്ള ഭരണമല്ല ഉണ്ടാകാൻ പോകുന്ന. ജനാധിപത്യ ഭരണം തന്നെ ഉണ്ടാകും. ഈ കള്ളത്തരങ്ങൾക്കും കപടതകൾക്കും വിരാമം കുറിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നത്.